പരിശുദ്ധാത്മാവാണ് നയിക്കേണ്ടത്. തീരുമാനമെടുക്കേണ്ടത് അവസാനം എൻ്റെ ജനാധിപത്യ രീതിയിലല്ല. തീരുമാനമെടുക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി അപ്പസ്തോല സമൂഹം ജെറൂസലം കൗൺസിൽ എടുത്ത തീരുമാനം പോലെയാണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുമ്പോൾ ഞാനും സഭയോട് ചേർന്ന് മെത്രാമാരെ, അച്ഛന്മാരെ, കന്യാസികളെ, കാറ്റഗിസം പഠിപ്പിക്കുന്നവരെ, കൈക്കാരന്മാരെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സഭയെ സമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനെ കൂട്ടുനിൽക്കുകയാണ്. അതോ സഭയുടെ കൂടെ കുരിശിൻ്റെ യാത്രയിൽ കുരിശിൻ്റെ കീഴിൽ നിൽക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ, അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. കുരിശിൻ്റെ പുകഴ്ചയുടെ പിറ്റേ ദിവസം പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തിരുനാളായി സാർവത്രിക സഭ ആചരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ഊട്ടുതിരുനാളായി വളരെ ആഘോഷത്തോടെ 1998 മുതൽ നാം ഈ ദേവാലയത്തിൽ ആചരിക്കുന്നത്. ഈ ദേവാലയം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമാണ്. ഈ ദേവാലയത്തിൽ വരുന്നവരൊക്കെ അവരേറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആരാധനയാണ്, ഈശോയാണ്. എങ്കിലും അവർക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ളത്, വരുന്നവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഈ അൾത്താരയിൽ പ്രധാന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന മടിയിൽ മൃതനായി യേശുവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കലാണ്. ആ അമ്മയെ നോക്കിയിരിക്കുന്ന ഒരുപാട് പേര്, ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന ഒരുപാട് പേര് ഇവിടെ വരുന്നവരിൽ നമുക്കെല്ലാവർക്കും കാണാനാകും. ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൽ ശിമയോൻ യേശുവിനെ നോക്കിയതിന് ശേഷം മറിയത്തെ നോക്കി പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും. ആ വാളിനെ വിളിക്കുന്ന പേരാണ് വ്യാകുലവാൾ. അത് സ്നേഹത്തിൻ്റെ വാളാണ്. മത്തായി സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിൽ 24-ാം വാക്യം യേശു തൻ്റെ അനുയായികളോട് പറഞ്ഞ വാക്യമാണ്, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നിങ്ങൾ അനുദിനം കുരിശുമെടുത്ത്, സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം. സഖറിയായുടെ പ്രവചന പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായം 10-ാം വാക്യം കുരിശിലേറിയ യേശുവിനെ നോക്കിക്കൊണ്ട് പഴയ നിയമം പൂർത്തീകൃതമായി എന്നുള്ള രീതിയിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കും. പഴയ നിയമത്തിൽ കുത്തി മുറിവേൽപ്പിച്ചവനെ രക്ഷയ്ക്കായി നോക്കി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കുന്ന അമ്മയുടെ മുഖമാണ് ഇവിടെ കാണുന്നത്. നിയമാവർത്തന പുസ്തകത്തിലെ പ്രത്യേകിച്ചും കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവൻ ശബ്ദനാണ് എന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മൃഗീയമായ, ക്രൂരമായ, മോശമായ മരണമാണ് കുരിശുമരണം. അതുകൊണ്ടാണ് തടിയിൽ തൂങ്ങിക്കിടക്കുവൻ ശബ്ദനാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ ശാപത്തിൻ്റെ അടയാളമായ കുരിശ് രക്ഷയുടെ അടയാളമായത് ഒരേ ഒരു കാരണത്താലാണ്. യോഹന്നാന്റെ സുവിശേഷം 1:30 വായിക്കുന്നത് പോലെ
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പഴയ നിയമപ്രകാരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധിയുടെ പരിശുദ്ധിയിൽ പ്രധാന പുരോഹിതൻ പെസഹ വെള്ളിയാഴ്ച ചെന്ന് കറയില്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് എല്ലാവർക്കും പാപത്തിൻ്റെ പരിഹാരമായി ബലി അർപ്പിക്കണം. ഇതുപോലെ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച തന്നെ വിശ്വസിക്കുന്ന ഏതൊരുവിനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം സ്നേഹിച്ചിട്ട് ദൈവം അയച്ച ദൈവപുത്രനായ യേശുവിന് കണ്ടെത്തിയ മാർഗം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു കുരിശിൽ മരിക്കുക. അങ്ങനെ മരിച്ച യേശുവിനെ നോക്കി നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് പഴയ നിയമം പൂർത്തിയാക്കിക്കൊണ്ട് പറയുകയാണ്. ആ യേശുവിനെ നോക്കി നിൽക്കുന്ന രൂപമാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിൻ്റെ ആ രൂപം. ഇന്ന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് അമ്മയോട് ചേർന്ന് മടിയിൽ കിടക്കുന്ന മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടി മരണം വരിച്ച യേശുവിൻ്റെ ആ മുറിവുകളെ നോക്കാനാണ്. സീസർ ചക്രവർത്തി പറഞ്ഞ് ഏറ്റവും മോശമായി റോമൻ പൗരന് പോലും സ്വീകരിക്കാൻ പാടില്ല ആ മരണം സ്വീകരിച്ച് യേശു മരിച്ച അതേ കുരിശ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലേന പുണ്യവതി ജെറൂസലത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കുരിശ് കണ്ട് ആ കുരിശിനെ വണങ്ങിക്കൊണ്ട് തിരിച്ചു വന്നപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ ഈ അടയാളത്താൽ യുദ്ധം ചെയ്താൽ നീ ജയിക്കും. അങ്ങനെ കുരിശിന്റെ അടയാളത്താൽ രക്ഷപ്പെടുത്തിയപ്പോൾ ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം നൽകി കുരിശിനെ രക്ഷയുടെ അടയാളമായി പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് വിശുദ്ധ കുരിശിന്റെ തിരുനാൾ സഭയിൽ ആരംഭം കുറിച്ചത്. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിച്ച പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് 13-ാം നൂറ്റാണ്ടിൽ സർവൈറ്റ്സ് എന്ന് പറയുന്ന സന്യാസ സമൂഹം പരിശുദ്ധ അമ്മയുടെ തിരുനാൾ, കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പിറ്റേ ദിവസം ആഘോഷിക്കാൻ തുടങ്ങി. അത് പൗരസ്ത്യ സഭകളിലേക്കും വ്യാപിച്ചു. 7-ാം നൂറ്റാണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിനോടുള്ള ഭക്തി പൗരസ്ത്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വ്യാകുലങ്ങളെ കുറിച്ചുള്ള ചിന്ത തുടങ്ങി. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി. പക്ഷെ അന്ന് ഔദ്യോഗികമായി പറഞ്ഞ വ്യാഖ്യാനങ്ങൾ 7 വ്യാകുലങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ശിമിയോന്റെ പ്രവചനവും ഈജിപ്തിലേക്കുള്ള യാത്രയും ഈശോയെ 12-ാം വയസ്സിൽ കാണാതായതും കാൽവരി യാത്രയിൽ മറിയത്തെ കണ്ടുമുട്ടിയതും കുരിശിന്റെ കീഴിൽ നിന്നതും യേശുവിനെ മടിയിൽ വെച്ചതും കല്ലറയിൽ സംസ്കരിച്ചതുമായ 7 കാര്യങ്ങളാണ്. നമ്മളിത് പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. പക്ഷേ മറിയത്തിൻ്റെ വ്യാകുലം എന്നതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യാകുലങ്ങളുണ്ടാകും. ഈ 7 മാത്രമല്ല, മംഗളവാർത്ത മുതൽ തന്നെ മറിയത്തിന് വ്യാകുലങ്ങൾ തുടങ്ങി. നല്ലവനായി നീതിമാനായി യൗസേപ്പിനെ സംശയിക്കാനുള്ള സാഹചര്യം മാനുഷികമായി ഉണ്ടായി. പക്ഷേ ദൈവം അതിന് പരിഹാരം കാണിച്ചു കൊടുത്തു സ്വപ്നത്തിലൂടെ യൗസേപ്പിന്. ഇതെങ്ങനെ സംഭവിക്കുന്ന ചോദ്യത്തിന് ഗബ്രിയേൽ ഉത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കുഞ്ഞിന് പിറക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല, അത് കാലിത്തൊഴുത്തായി. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ കൊല്ലാൻ ഹെരോദേസിന്റെ കൽപ്പനയുണ്ടായി. ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അവിടുന്ന് നസ്രത്തിലേക്ക് പോകാൻ പറഞ്ഞു. കുഞ്ഞിനെ കാണാതായി. അങ്ങനെ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വ്യാകുലങ്ങളുടെ കഥ. പക്ഷേ ഈ വ്യാകുലങ്ങളെ അവൾ വിജയമാക്കി തീർത്തു, വിജയത്തിന്റെ കഥയായി തീർത്തു. ശാപത്തിന്റെ അടയാളമായി കുരിശ് വിജയത്തിന്റെ മഹത്വത്തിന്റെ കിരീടമായി മാറിയതെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങൾ വിജയമായി മാറിയത് എങ്ങനെയെന്ന് ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് പലരും, പ്രത്യേകിച്ച് ദൈവിക ചിന്തകളിൽ പ്രവർത്തിക്കുന്ന പല വിശുദ്ധാത്മാക്കളും പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങൾ മാത്രമല്ല 7 വിജയങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതും പറയാറുള്ളത്. ഈ 7 വിജയങ്ങൾ
പരിശുദ്ധാമ്മയുടെ 7 സന്തോഷങ്ങൾ, ദ ജോയ്സ് ഓഫ് അവർ ലേഡി, 7 സന്തോഷങ്ങൾ. അത് മംഗളവാർത്തയും യേശുവിൻ്റെ ജനനവും രാജാക്കന്മാരുടെ സന്ദർശനവും ഈശോയുടെ ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും സ്വർഗാരോപണവും അവസാനം പരിശുദ്ധാമ്മയുടെ കിരീടധാരണവും, അങ്ങനെ പരിശുദ്ധാമ്മയുടെ 7 സന്തോഷങ്ങളെക്കുറിച്ചും വിശുദ്ധാത്മാക്കൾ പലരും പറയുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്, പരിശുദ്ധ അമ്മ എങ്ങനെ വ്യാകുലങ്ങളെ വിജയമാക്കി മാറ്റി എന്ന് ചിന്തിക്കാനാണ്. കുരിശില്ലാതെ കിരീടമുണ്ടാകില്ല, ത്യാഗമില്ലാതെ സന്തോഷമുണ്ടാകില്ല. അന്ധകാരം കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞിട്ടാണ് പകൽ വരിക. ഇന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന, ഈ തിരുനാളിന് വന്നിരിക്കുന്ന നിങ്ങളോട് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. ദാരിദ്ര്യം, അതിനേക്കാൾ അപ്പുറത്ത് രോഗം, അതിനേക്കാൾ അപ്പുറത്ത് വീട്ടിലെ പ്രതിസന്ധികൾ, തെറ്റിദ്ധാരണകൾ, ജോലിയില്ലാത്തത്. ഇന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ വ്യാകുലങ്ങൾ പറയുന്നത് കല്യാണം നടക്കണില്ല. ഇവിടെ വരുന്ന ഒരുപാട് പേരോട് ചോദിച്ചാൽ ഇപ്പോൾ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. നമ്മുടെ രൂപതയിൽ വലിയൊരു നമ്പർ തന്നെയാണ് ആൺകുട്ടികൾ 35 കഴിഞ്ഞ് കല്യാണം കഴിക്കാതെ നിൽക്കുന്നത്. ആർക്കും നാട്ടിൽ നിൽക്കേണ്ട, ഒക്കെ പുറത്തേക്ക് പോയാൽ മതി. കല്യാണം വേണ്ടെന്ന് പറയുന്നതിൽ ഒത്തിരി. അതിനേക്കാൾ അപ്പുറത്ത് ഉള്ള സങ്കടമാണ് മക്കളില്ല എന്നുള്ളത്. വളരെ വൈകിയാണ് കല്യാണം കഴിക്കുന്നത് തന്നെ മക്കളില്ലാത്തതിൻ്റെ കാര്യം. അന്യം നിന്ന് പോകുന്ന ഒരു സമുദായമായി മാറുന്നു. ഈ തൃശ്ശൂരിലെ ക്രൈസ്തവർക്ക് തന്നെ സാമ്പത്തികമായി, ബിസിനസ്സിൻ്റെ മറ്റു തരത്തിൽ ഒത്തിരി വെല്ലുവിളികളുണ്ട്. പഠനത്തിൽ നമ്മുടെ മക്കൾ പലരും പിന്നോക്കം പോകുന്നു എന്നുള്ള വേദന. അങ്ങനെ തുടങ്ങി നിങ്ങളോട് എത്ര തരം വ്യാകുലങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഒരുപാട് വേദനകളുണ്ട്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ വ്യാകുലങ്ങളെ വിജയമാക്കിയത്? കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തില് അവൻ പ്രത്യേകിച്ചും ഉയർത്തപ്പെടുമ്പോൾ ഭൂമിയിൽ നിന്ന് 3-ാമത്തെ അധ്യായത്തില് അവൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കും. യേശു ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിതനായത് എങ്ങനെയാണ്? കുരിശിൽ കിടക്കുമ്പോഴാണ്. എങ്ങനെ നമുക്ക് സാധിക്കും? അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മറിയത്തെ പോലെ മംഗളവാർത്ത കേൾക്കാൻ തയ്യാറാകണം. കുരിശിനെ വിജയമാക്കാനുള്ള ഒന്നാമത്തെ മാർഗം വചനം കേൾക്കണം, മംഗളവാർത്തകൾ കേൾക്കണം. ഗബ്രിയേൽ ദൂതന്മാർ പലതരത്തിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ നേരത്താണ് വരിക. തൻ്റെ കൊച്ചുഭവനത്തിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ മറിയത്തിൻ്റെ അടുത്ത് വന്നതെങ്കിൽ ഇന്ന് ധ്യാനഗുരുക്കന്മാരുടെ കൗൺസിലിങ്ങിന് കുമ്പസാരക്കൂട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ രൂപത്തിൽ മക്കളുടെ ചില ചോദ്യത്തിൽ, ചിലപ്പോൾ ശത്രുക്കളുടെ പീഡനങ്ങളിൽ പലതരത്തിൽ ഗബ്രിയേൽമാർ വരുന്നത് മംഗളവാർത്തയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ആദ്യത്തെ ശ്രവണത്തിൽ മറിയത്തിനത് മംഗളവാർത്തയായിരുന്നില്ല, പീഡന വാർത്തയായിരുന്നു. തൻ്റെ കുടുംബത്തെ തകർക്കുന്ന വാർത്തയായിരുന്നു. നീതിമാനായ യൗസേപ്പിന് സംശയമുണ്ടാക്കി തല്ലിക്കൊല്ലപ്പെടുന്ന, യഹൂദ നിയമപ്രകാരം തല്ലിക്കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു വാർത്ത. അത് മംഗളവാർത്തയായി സാധാരണ ഒരു യഹൂദ സ്ത്രീക്ക് മനസ്സിലാവില്ല. പക്ഷേ അത് മംഗളവാർത്തയായത് എപ്പോഴാണ്? സംശയങ്ങൾ ചോദിച്ചു മറിയും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയില്ലല്ലോ. ഗബ്രിയേൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അടയാളം കാണിച്ചു കൊടുത്തു, നിന്റെ ചാർച്ചക്കാരിക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ വാചകം നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? വിശ്വസിച്ചണ്ട. ചോദ്യം ഇതാണ്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നേ, എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചതാ? വിശ്വസിച്ചിട്ടുണ്ടോ?
പക്ഷെ നമ്മൾ ചോദിക്കുന്ന രീതിയിലല്ല കിട്ടുക. നമ്മൾ ചോദിക്കുന്ന രീതിയിൽ ചിലപ്പോൾ മറിയം കിട്ടുമ്പോൾ, മറിയത്തിന് ഗബ്രിയേലിനോട് പറഞ്ഞപ്പോൾ ആ ഇഷ്ടമുണ്ടായില്ല, സംശയിച്ചവളാ. പക്ഷേ മറിയത്തെക്കുറിച്ച് പറയുന്ന ലൂക്കാട് സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ 19-ാം വാക്യത്തിലും 51-ാം വാക്യത്തിലും മറിയം യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഒരു വാക്ക്, അവൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു. ഒരു ചെവിക്കോടെ കേട്ട് മറ്റു ചെവിക്കോടെ വിടുകയല്ല ചെയ്ത്. ദൈവത്തിന്റെ ദൂതൻ ബൈബിൾ വായിച്ചപ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു. ഇതിലേതാണ് ദൈവത്തിന്റെ വാക്ക്, ഇതിലേതാണ് മനുഷ്യന്റെ വാക്ക്, ഇതിലേതാണ് പിശാചിന്റെ വാക്ക്? സംഗ്രഹിച്ചു. ഇപ്പോൾ സിനഡാലിറ്റിയെ കുറിച്ചുള്ള ചർച്ച റൂമിൽ നടക്കാൻ പോവുക. നിങ്ങളുടെ അഭിപ്രായമല്ല, ജനാധിപത്യ രീതിയിലല്ല സഭയിലെ തീരുമാനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ തീരുമാനമായിരിക്കണം. അത് അധികാരികളിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുക. അവസാനമായിട്ട് ചിലപ്പോൾ കുഞ്ഞിലൂടെ ആയിരിക്കാം, പക്ഷെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത് അത് സഭയുടെ അപ്പസ്തോലന്മാരാവുന്ന അടിത്തറമേൽ പണിയപ്പെട്ടു. അത് ഔദ്യോഗികമായി പറയേണ്ടത് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. മറിയം വചനം സ്വീകരിച്ചു. അതുകൊണ്ടാണ് ലൂക്കാട് സുവിശേഷത്തിൽ 1:45 എലിസബത്ത് മറിയത്തെ നോക്കി പറയുന്നത്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. അപ്പോൾ കുരിശിനെ വിജയമാക്കണമെങ്കിൽ ഒന്നാമത്തെ മാർഗം വചനം ശ്രവിക്കണം, ധ്യാനിക്കണം, സ്വീകരിക്കണം. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി, ലൂക്ക 1:38. ഇതാണ് വ്യാകുലത്തെ വിജയമാക്കാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം, മറിയത്തിൻ്റെ 7 സന്തോഷങ്ങളിൽ രണ്ടാമത്തേത് യേശുവിന് ജന്മം കൊടുത്ത പിറവി തിരുനാളില്ല. അതിന് എന്തു വേണം? യേശുവിനെ സംവഹിക്കണം, യേശുവിന് രൂപം കൊടുക്കണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 19-ാം വാക്യത്തില് പൗലോസ്ലേഹ പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈശോ നമ്മളിൽ രൂപപ്പെടണം, ഈശോയെ പ്രസവിക്കണം. പുരുഷനായാലും സ്ത്രീയായാലും നമ്മളിൽ എങ്ങനെയാ ക്രിസ്തു രൂപപ്പെടുന്നത്? ഇപ്പൊ ഇവിടെയുള്ള അമ്മമാര് മക്കളെ എങ്ങനെയാണ്, ഗർഭസ്ഥ പുത്രരെ എങ്ങനെയാണ് മക്കളെ, ആണായാലും പെണ്ണായാലും നിങ്ങൾ നിങ്ങളുടെ ഉദരത്തിൽ ഉരുവാക്കിക്കൊണ്ട് നടന്നതെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ യേശു നമ്മുടെ ജീവിതത്തിൽ ഉരുവാകണം, കൊണ്ടു നടക്കണം, ക്രിസ്ത്യാനിയാവണം. അങ്ങനെ മറിയത്തിൻ്റെ രണ്ടാമത്തെ സന്തോഷം യേശുവിന് ജന്മം കൊടുത്തതാണ് എങ്കിൽ എന്നിൽ യേശു ഉണ്ടോ? ഈ യേശുവിനെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഇന്ന് കുട്ടികളോട് ഈശോയെ കുറിച്ച് പറയണില്ല, കുടുംബ പ്രാർത്ഥനയില്ല, മറ്റുള്ളവരോട് പറയുന്നില്ല. അങ്ങനെയൊക്കെ അവർ വേണമെങ്കിൽ സ്വന്തം ഇഷ്ടത്താൽ പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ. മക്കൾക്ക് ഈശോയെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഈശോ കൊടുത്തത് എന്താ? ഈ പരിശുദ്ധ അമ്മ കൊടുത്തത് എന്താ? ഈശോയെ ലോകത്തിന് പ്രസവിച്ചു കൊടുത്തു. അതാണ് മറിയത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, കുരിശിനെ വിജയമാക്കിയ സന്തോഷം. യേശു പറഞ്ഞു, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീ വേദന വളരെ ദുഃഖിക്കുന്നു, എന്നാൽ കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ സന്തോഷിക്കുന്നു. ഈ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, പ്രസവിക്കുമ്പോൾ, പ്രദാനം ചെയ്യുമ്പോൾ, മിഷൻ പ്രവർത്തനം നടത്തുമ്പോൾ ഈ സന്തോഷം വ്യാകുലം വിജയമാകണമെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ സംവഹിക്കുകയും ഉരുവാക്കുകയും യേശുവിനെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ കൊടുക്കുന്നവർക്ക് വ്യാകുലം വിജയമായി മാറും. മൂന്നാമത്, മറിയത്തിൻ്റെ 7 സന്തോഷങ്ങളിൽ മൂന്നാമത്തേത് പൂജരാജാക്കന്മാർ സന്ദർശിച്ചതാണ്. അത് ചില വിശുദ്ധാത്മാക്കൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ സന്തോഷത്തിലെ മറ്റൊരു സന്തോഷം, മറിയം
എലിസബത്തിനെ കാണാൻ പോയതും വലിയ സന്തോഷം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പരമ്പരാഗതമായ 7 സന്തോഷത്തിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ആ സന്തോഷം തോന്നുകയാണ്, മറിയത്തിന്റെ സന്തോഷം. അങ്ങനെ എലിസബത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എന്തുണ്ടായി? മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന് എന്തു സംഭവിച്ചു? അവളുടെ ഉദരത്തിലുള്ള പ്രജ, കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി. ആ എലിസബത്തിന്റെ സന്തോഷം, എലിസബത്തിന്റെ ഉദരത്തിലുള്ള സക്രിയാസിന്റെ കുതിച്ചു ചാട്ടം, അതും സന്തോഷം തന്നെയാണ്. ഈശോയെ കൊണ്ടുപോകുക. മറിയം എലിസബത്തിന്റെ അടുത്തേക്ക് എങ്ങനെയാ പോയേ? വേദനിക്കുന്ന കുടുംബത്തിന്റെ അടുത്തേക്ക് എങ്ങനെയാ പോയേ? അയൽപക്കത്ത് വിഷമിക്കുന്നവരുടെ അടുത്തേക്ക് എങ്ങനെയാ പോയേ? അവർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ തിടുക്കത്തിൽ പോകണം, ഈശോയെ കൊണ്ടുപോകണം. ഈശോ ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. അപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവരായി തീരുക. പൂജരാജാക്കന്മാർ യേശു പ്രവാചകനും പുരോഹിതനും ഇടയൻ രാജാവുമാണെന്നുള്ള രീതിയിൽ 3 തരം സമ്മാനങ്ങൾ കൊടുത്തു. അത് മറിയത്തിന് സന്തോഷമായി. നാം ഈശോയ്ക്ക്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, ഇടവകയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ, വളരെ വേദനിക്കുന്ന സഭയിലെ പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്താ? നന്ദിയുള്ളവരാകണമെന്ന് 10 കുഷ്ഠരോഗികളിൽ ഒരുത്തൻ മാത്രം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, നിനക്കല്ലേ നന്ദി പറയാൻ തോന്നിയുള്ളൂ. അങ്ങനെ നന്ദി പറയുന്ന വ്യക്തികളാണോ നമ്മൾ? അപ്പോൾ വ്യാകുലം വിജയമാകണമെങ്കിൽ നമ്മൾ യേശുവിനെ കാണാൻ പോകണം. ഈ ദേവാലയത്തിലെ ആരാധനാലയത്തിൽ പോകുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ ഇവിടെ വികാരിയായിരിക്കുമെന്ന് നോക്കി നിന്നിട്ടുണ്ട്. വളരെ വേദനിച്ച് വിഷമിച്ചിട്ട് ഇങ്ങടെ പള്ളിയിലേക്ക് ഇങ്ങോട്ട് ഓടിക്കയറണ കാണാം. മാതാവിനൊക്കെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നത് ഞാൻ അവിടെ ഇരുന്ന് നോക്കി നിന്നിട്ടുണ്ട്. ഈശോയെ കാണാൻ പോയി, ഈശോയെ ആരാധിച്ച് തിരിച്ചു പോകുമ്പോൾ എന്തോ ആശ്വാസം നേടി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേ? പലരും തലയാട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേ? വ്യാകുലം വിജയമാകാൻ ഈശോയെ കാണാനുള്ള യാത്ര, തിടുക്കത്തിലുള്ള യാത്ര, അവർക്ക് ആശ്വസിപ്പിക്കാനുള്ള യാത്ര, അപ്പോഴാണ് വ്യാകുലം വിജയമായി മാറുക. അടുത്തത്, വ്യാകുലം വിജയമാകണമെങ്കിൽ കുരിശ് യാത്രയിൽ പങ്കെടുക്കണം. യേശുവിൻ്റെ കുരിശിൻ്റെ യാത്രയിൽ അതുവരെ മറിയത്തെ ഒന്നും കണ്ടില്ല. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ വേളയിൽ മറിയത്തെ കണ്ടതിന് ശേഷം പിന്നെ ബൈബിളിൽ മറിയത്തെ കാണുന്നത് കുരിശിൻ്റെ യാത്രയിലാണ്. വേദനിക്കാം, തൻ്റെ മകൻ മാത്രമല്ല വേദനിക്കുന്നത് കണ്ടപ്പോ ഉടനെ ഇറങ്ങിത്തിരിക്കുക മറിയം. സഭ വേദനിക്കുമ്പോൾ ഇന്ന് കേരള സഭ, സീറോ മലബാർ സഭ, നമ്മുടെ അതിരൂപത, നമ്മുടെ സഭയൊക്കെ ഒത്തിരി വേദനിക്കുമ്പോൾ സഭയെ രക്ഷിക്കാനായി ഈശോയുടെ കൂടെ നിൽക്കാൻ, സഭയുടെ കൂടെ നിൽക്കാൻ ഓടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അഥവാ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുമ്പോൾ ഞാനും സഭയോട് ചേർന്ന് മെത്രാമാരെ, അച്ഛന്മാരെ, കന്യാസികളെ, കാറ്റഗിസം പഠിപ്പിക്കുന്നവരെ, കൈക്കാരന്മാരെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സഭയെ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനെ കൂട്ടുനിൽക്കുകയാണ്. അതോ സഭയുടെ കൂടെ കുരിശിന്റെ യാത്രയിൽ, കുരിശിന്റെ കീഴിൽ നിൽക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ, അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. ഞാൻ സഭയുടെ കൂടെയോ, ഞാൻ ഈശോയുടെ കൂടെയോ, ഞാൻ അമ്മയുടെ കൂടെയോ, അതോ കുറ്റം പറയുന്ന പൈശാചിക തന്ത്രങ്ങളുള്ളവരുടെ കൂടെയോ, സഭയെ നശിപ്പിക്കാനുള്ളവരുടെ കൂടെയോ, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനുള്ളവരുടെ കൂടെയോ, ആരുടെ കൂടെയാണ് ഞാൻ നടക്കുന്നത്? ആരുടെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്? ആത്മശോധന ചെയ്യണം. വ്യാകുലം വിജയമാക്കണമെങ്കിൽ യേശുവിൻ്റെ കൂടെ നടക്കണം, കുരിശിൻ്റെ വഴിയേ നടക്കണം, കുരിശിൻ്റെ കീഴിൽ നിൽക്കണം. തയ്യാറുണ്ടോ?
വ്യാകുലത്തെ വിജയമാക്കിയവൾ. കുരിശിന്റെ വഴിയിൽ നിന്ന് നടന്നവൾ, കുരിശിന്റെ കീഴിൽ നിന്നവൾ. അടുത്തത് മറിയത്തിന്റെ സന്തോഷം. യേശു മറിയത്തെ സ്വർഗത്തിലേക്ക് എടുത്തപ്പോഴാണ്. മറിയത്തിന്റെ വ്യാകുലം മൃതനായ യേശുവിനെ മടിയിൽ വെച്ചതായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മറിയത്തിന് പ്രത്യാശയുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 16, 17, 20 മുൻകൂട്ടി യേശു പ്രവചിച്ചത് ശിഷ്യന്മാർ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകണം. ജെറുസലത്തേക്ക് പോകുക, പീഡകൾ സഹിക്കും, മരിക്കും, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെയാ ഒരമ്മയ്ക്ക് കുരിശിന്റെ കീഴില് ഇങ്ങനെ നിൽക്കാൻ പറ്റുക? പ്രത്യാശയുണ്ടായിരുന്നു. കുരിശ് കിരീടത്തിലേക്ക് നയിക്കുമെന്നുള്ള പ്രത്യാശ, ഇതിന്റെ അപ്പുറത്തൊരു നിത്യജീവനുള്ള പ്രത്യാശ. ഇതെല്ലാം കടന്നു പോകും. ജീവിതത്തില് പിതാവിന്റെ ഭവനത്തില് തന്നെ വിളിക്കുമെന്നുള്ള പ്രത്യാശ. അതുകൊണ്ട് കുരിശിന്റെ കീഴിൽ നിന്നപ്പോൾ ഭയമില്ലാതെ നിന്ന വിജയിച്ച അമ്മ. യേശു അതിന് ചില നിബന്ധനകൾ പറഞ്ഞു. കുരിശിന് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് എന്താ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് സുവിശേഷത്തിൽ നാം ശ്രവിച്ചത്. യേശുവിന്റെ കുരിശിന്റെ കീഴിൽ അവിടുത്തെ അമ്മയും ക്ലെയോഫാസിന്റെ ഭാര്യ മറിയവും പിന്നെ ഒരാളും കൂടി നിന്നിരുന്നു. ആരാ? യോഹന്നാൻ. എന്നിട്ട് മറിയത്തെ നോക്കി പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യോഹന്നാന് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വ്യാകുലത്തെ വിജയമാക്കണമെങ്കിൽ യേശു മറിയത്തോടും യോഹന്നാനോടും പറഞ്ഞ നിബന്ധനകൾ ഇതാണ്. ഇതുവരെ ഞാനാണ് നിന്റെ മകൻ, പക്ഷെ അമ്മേ, ഇനി നിനക്ക് മക്കളെ ഞാൻ തരിക. കുരിശിൽ കിടന്നിട്ടാണ് യേശു പറഞ്ഞത്, ഇതാ നിനക്ക് ഞാൻ മറ്റു മക്കളെ തരിക. യോഹന്നാനെ നോക്കി, ഈ പള്ളിയിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കി, എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന, ഈ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഓരോരുത്തരെയും നോക്കി യേശു പറയുകയാണ്, നിനക്ക് ഞാൻ ഇതാ അമ്മയെ തരുന്നു, എൻ്റെ അമ്മയെ നിന്റെ അമ്മയായി തരികയാണ്. നമുക്ക് അമ്മയുണ്ടോ? യേശു നമുക്ക് അമ്മയെ തന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയെ നീ സ്വീകരിച്ചിട്ടുണ്ടോ? പരിശുദ്ധ കന്യകാമറിയത്തെ നിന്റെ ജീവിതത്തിന്റെ അമ്മയായി നീ സ്വീകരിച്ചിട്ടുണ്ടോ? ആ അമ്മയോടുള്ള നിന്റെ ഭക്തി എന്താ? നിന്റെ കുടുംബത്തിൽ ജപമാല അർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ നീ നിന്റെ മക്കളെ വളർത്തിയിട്ടുണ്ടോ? നിനക്ക് പരിശുദ്ധ കന്യാമറിയം നിന്റെ സ്വർഗീയ അമ്മയാണോ? മറിയം യോഹന്നാനെ സ്വീകരിച്ചത് മാത്രമല്ല, യോഹന്നാൻ അമ്മയെയും സ്വീകരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധ അമ്മയ്ക്ക് യോഹന്നാൻ മകനായി മാറിയെങ്കിൽ നിങ്ങൾക്ക് യോഹന്നാനെ പോലെയുള്ള എത്ര മക്കളുണ്ട്? ഈ കുടുംബത്തിലും ബന്ധുമിത്രാദികളും സഭയിലും മറ്റുള്ളവരിലൊക്കെ മക്കളെ പരിശുദ്ധ അമ്മ യോഹന്നാനെ മക്കളെ പോലെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മക്കളുണ്ടോ? ആണായാലും പെണ്ണായാലും. ഇതാണ് ചോദ്യം. മക്കളുണ്ടോ? ചേർത്തിയോടെ ചോദിക്കുന്നേ, യോഹന്നാനെ പോലെ മക്കളുണ്ടോന്ന്, യേശു തന്ന മക്കളുണ്ടോന്ന്. അതുപോലെ യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ എത്ര പേര് അമ്മയായി സ്വീകരിച്ചിട്ടുണ്ട്? വ്യാകുലങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും നിങ്ങൾ അമ്മയായി സ്വീകരിക്കുന്നുണ്ട്. വ്യാകുലം വിജയമാക്കാൻ, സ്വർഗം നേടാനുള്ള മാർഗം അതാണ്.
വ്യാകുലങ്ങളെ വിജയമാക്കാനുള്ള അടുത്ത മാർഗം, മറിയത്തിൻ്റെ സന്തോഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ്. യേശു ഉരുവായപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. യേശു മരിച്ച് ഉത്ഥാനം ചെയ്ത് യേശു ചെയ്ത് തൻ്റെ ആത്മാവിനെ അയച്ചതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ 2-ാം അധ്യായത്തിലും വായിക്കുന്ന പോലെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എല്ലാവർക്കും ധൈര്യമായി, സന്തോഷമായി. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? വ്യാകുലത്തെ വിജയമാക്കാൻ, നമ്മുടെ ജീവിതത്തെ കുരിശിൻ്റെ അപ്പുറത്തുള്ള കിരീടം നേടാൻ, വിജയം നേടാൻ, ഉത്ഥാനം നേടാൻ, സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മളതിന് തയ്യാറുണ്ടോ? ദൈവാത്മാവിനാൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. യേശു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകാവസാനം വരെ നമ്മെ നയിക്കാൻ അയച്ച വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. സഭയെ നയിക്കുന്ന വ്യക്തിയാണ്. ആദിമസഭയിൽ അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായത്തില് അവിടെ ചില വഴക്കുകൾ ഉണ്ടായപ്പോൾ അവർ പത്രോസിന്റെ നേതൃത്വം ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടി അവർ പറഞ്ഞു, അവസാനം അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായം 28-ാം വാക്യം, പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി. അതുകൊണ്ടാണ് സിനഡാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് നയിക്കേണ്ടത്. തീരുമാനമെടുക്കേണ്ടത് അവസാനം എൻ്റെ ജനാധിപത്യ രീതിയിലല്ല. തീരുമാനമെടുക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി അപ്പോസ്തല സമൂഹം ജെറൂസലം കൗൺസിൽ എടുത്ത തീരുമാനം പോലെയാണ്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പത്രോസിന്റെ നേതൃത്വത്തിൽ അപ്പോസ്തല സമൂഹമാണ് തീരുമാനം പറഞ്ഞത്. എല്ലാവരും സ്വീകരിച്ചു. ഇതാണ് സിനഡാലിറ്റി. ഇതിന്റെ ചർച്ചയാണ് സഭ നടത്തുന്നത്. അങ്ങനെ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന, സഭാ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവളാകുമ്പോൾ വ്യാകുലം വിജയമാറും. നമ്മുടെ സഭയുടെ പ്രതിസന്ധികൾ, കുടുംബത്തിലെ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും. നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരാകും. പരിശുദ്ധ അമ്മയുടെ 7-ാമത്തെ സന്തോഷമായി പറയുന്നത് അവളെ സ്വർലോകരാജ്ഞിയായി യേശു പ്രതിഷ്ഠിച്ച കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഏതാണെന്നുള്ള ചിന്ത പരിശുദ്ധ അമ്മയെ സ്വർലോകരാജ്ഞിയായി സ്വീകരിച്ചുകൊണ്ട്, ഞാനും ഒരു ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം 6 അടി മണ്ണോടുകൂടി തീരുന്ന ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല. എനിക്ക് പോകുമ്പോൾ ജഡികമായി ഭൗതികമായി ഒന്നും കൊണ്ടുപോകാനാവില്ല. എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ കൃപയിൽ നൽകിയിട്ടുള്ള വരങ്ങളും ദാനങ്ങളും മാത്രമാണ്. അതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ നമ്മുടെ കുരിശുകളെല്ലാം, വ്യാകുലങ്ങളെല്ലാം വിജയമായി മാറും. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ സന്തോഷം കൂടി ധ്യാനിച്ചുകൊണ്ട് വ്യാകുലങ്ങളെ വിജയമാക്കി മാറ്റാനുള്ള ആഹ്വാനമാണ് ഈ തിരുനാൾ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. നമുക്ക് പ്രത്യാശയുള്ളവരാകാം, പരിശുദ്ധ അമ്മയുടെ മക്കളാകാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കൈകൾ കൂപ്പാമോ? അമ്മയുടെ മുഖത്തേക്ക്, വ്യാകുല മാതാവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ? അവർ കുത്തി മുറിവേൽപ്പിച്ചവരെ നോക്കി നിൽക്കും. ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കും. തിരുവചനങ്ങളാണ്. മറിയം ഈശോയുടെ മുഖത്തേക്ക് നോക്കി. കുരിശിൽ തറയ്ക്കപ്പെട്ട മൃതനായ ഈശോയുടെ മുഖത്തേക്ക് മറിയം നോക്കിയതുപോലെ നമുക്ക് ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഈശോയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാം. വിഷമമുണ്ട്, ദുഃഖമുണ്ട്, പക്ഷെ ആ കണ്ണുകളിലേക്ക് നോക്കൂ. അവിടെ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, കുരിശിന്റെ അപ്പുറത്തുള്ള സന്തോഷമുണ്ട്. കാരണം മരണത്തെ തോൽപ്പിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കും, വ്യാകുലത്തെ വിജയമാക്കും, കുരിശിനെ കിരീടമാക്കും. അമ്മയുടെ മുമ്പിൽ ഈ പ്രത്യാശയോടെ നമ്മുടെ വ്യാകുലങ്ങളും ദുഃഖങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഊട്ടുതിരുനാൾ ദിനത്തില് നമ്മുടെ എല്ലാ നിയോഗങ്ങളും
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ക്രൂശിതനായ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക്, തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കാം. മറിയത്തെ പോലെ വിശ്വസിക്കുന്നവരാകാം. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഓർമ്മയാചരണമാണ്, യാഥാർത്ഥ്യവൽക്കരണമാണ് പരിശുദ്ധ കുർബാന. ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച അതേ ബലി ഇതായി വീണ്ടും ഈശോ കൽപ്പിച്ചതുപോലെ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്ന്, കുരിശിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് ഈശോയുടെ ബലി പ്രത്യാശയോടെ, സന്തോഷത്തോടെ അർപ്പിക്കാം. നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി, പലതരത്തിൽ പൈശാചികമായ അടക്കം പലതരത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭാ നേതൃത്വത്തിന് വേണ്ടി, മാർപ്പാപ്പയ്ക്ക്, മേജർ ആർച്ച് ബിഷപ്പിന്, രൂപതാധ്യക്ഷന്, വൈദികർക്ക്, സന്യസ്തർക്ക്, അൽമായ നേതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി ഒരു നിമിഷ സമയം കണ്ണുകൾ അടച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് വ്യാകുല മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നുള്ള പൗലോസ് ശ്ലീഹായുടെ പ്രത്യാശയുടെ വാക്കുകൾ ധ്യാനിച്ചുകൊണ്ട് അല്പസമയം നിശബ്ദതയിൽ ധ്യാനിക്കുക.